ഹലോ കൂട്ടുകാരെ, ഇനി അപ്പം തയ്യാറാക്കാനായിട്ട് ഒരുപാട് നേരം താമസമൊന്നുമില്ല. വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ഇൻസ്റ്റൻ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് അപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ഇവിടെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര കപ്പ് ചോറ്, നമ്മൾ ചോറ് വയ്ക്കുന്ന ചോറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇത് തന്നെ ചേർത്ത് കൊടുക്കണം നിങ്ങൾ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കടയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് തന്നെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയായിരിക്കും. അതിനുശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ പുളിക്കാൻ വേണ്ടി വയ്ക്കുക. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ലപോലെ ഇത് പൊന്തി വരും. എന്നിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്. ചെറു ചൂടോടുകൂടി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലും മാത്രമേ കറക്റ്റ് ആ ഈസ്റ്റായിട്ടൊക്കെ ചേർന്നിട്ട് നമുക്ക് കറക്റ്റ് ഇൻസ്റ്റൻറ്റ് അപ്പം തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. പച്ചവെള്ളം ഉപയോഗിക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഇതാണ് ആവശ്യമായിട്ട് വേണ്ടത്. ഒരു അരമണി നല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരത്തില്ല കേട്ടോ. നല്ലത് തന്നെ എടുക്കുക. പഴകിയതൊക്കെ ആണെങ്കിൽ പൊങ്ങിയൊന്നും വരത്തില്ല. നിങ്ങൾ കറക്റ്റ് ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പം ചൂടാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരുപാട് രാവിലെ ഇപ്പോൾ പെട്ടെന്നൊരു ബിസി ലൈഫിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമായിരിക്കും. അപ്പോൾ അപ്പം തയ്യാറാക്കിയെടുത്ത് ഇപ്പോൾ ഓഫീസിൽ കൊണ്ടുപോകാനാണ്, സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടാനാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളൊരു അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അപ്പം ചൂടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും തൂവി കൊടുക്കണ്ട. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ കറക്റ്റ് അളവിലാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ ഇഡലി മാവ്, ദോശമാവുണ്ടല്ലോ, ദോശമാവിൻ്റെ ആ ഒരു അയവിനെക്കാട്ടിലും കുറച്ചും കൂടി അയഞ്ഞിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയുന്നില്ല, അത് ഓരോരുത്തരുടെ മാവിനനുസരിച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള പരുവാണ് അപ്പത്തിനെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ അപ്പം തയ്യാറായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അപ്പം ഇവിടെ റെഡി ആയിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.